തെറ്റിച്ച കുറേ പേരുണ്ടാവും അല്ലേ. നമുക്ക് നാണക്കേട് തോന്നുന്ന ഒത്തിരി ഒരു നിലവാരമുള്ള ഏരിയ എന്ന് പറയാവുന്നത് ഭൂമിശാസ്ത്രമായിരുന്നു. ഹായ്, അങ്ങനെ കോഴിക്കോട് കോട്ടയം LDC കഴിഞ്ഞു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതിൻ്റെ പോലെ തന്നെ സന്തോഷമായോ ഗോപിയേട്ട? ആ ഒരു ചോദ്യം അവിടെ നിങ്ങളോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണും. പക്ഷേ ഏറ്റവും നല്ല കഠിന പരിശ്രമം നടത്തിയ ആളുകളെ സംബന്ധിച്ച് സന്തോഷമല്ല ഉണ്ടാവുക. എപ്പോഴും പരീക്ഷ ടഫ് ആവാനാണ് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു ശരാശരിക്കാരെ സംബന്ധിച്ച് പരീക്ഷ എളുപ്പമാവാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. അപ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് മത്സരിച്ച ആളുകൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇത്തിരി കുറയും എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ഇതുവരെ നടന്ന പരീക്ഷകളിലെല്ലാം വെച്ച് നോക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളെക്കാളും എളുപ്പമായിട്ടുള്ള പരീക്ഷ തന്നെയാണ്. പക്ഷേ ഈ ഒരു 10-26ഓളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ട്. പിന്നെ എളുപ്പമാകുമ്പോഴുള്ളൊരു ആവേശം, ഇതൊക്കെ ചേർന്നുകൊണ്ട് കുറേ ചോദ്യങ്ങൾ, അറിയുന്ന ചോദ്യങ്ങൾ, വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ പോലും തെറ്റിച്ച കുറേ പേരുണ്ടാവും അല്ലേ. നമുക്ക് നാണക്കേട് തോന്നുന്ന, പുറത്ത് പറയാൻ നാണക്കേട് തോന്നുന്ന ചോദ്യങ്ങൾ പോലും തെറ്റിച്ച ആളുകൾ എന്തായാലും നിങ്ങളെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ അർഹതയുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കൂട്ടത്തിൽ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായിക്കോട്ടെ, എന്തായാലും മറ്റു ഘട്ടങ്ങളെക്കാൾ കൂടുതൽ കട്ട് ഓഫ് മാർക്ക് ഉയരാനൊക്കെ സാധ്യതയുള്ള ഒരു ഘട്ടം തന്നെയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഓരോ ഘട്ടത്തിന്റെയും ഓരോ ഏരിയയുടെയും സ്ഥിതി എന്താണെന്ന് നോക്കാം. നമുക്ക് ചരിത്രത്തിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ വന്ന പോലെ തന്നെ 5 മാർക്ക് പ്ലസ് 1 മാർക്ക് കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു. ഇവിടെ കേരളത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി. ഇതുവരെ ഒരു ചോദ്യമൊക്കെയാണ് വരാറ്, ഇവിടെ 2 ചോദ്യം വന്നു. ഇന്ത്യ 3 ചോദ്യം, ലോകം 1 ചോദ്യം. അതായിരുന്നു അവിടുത്തെ വെയിറ്റേജ്. അവിടെ പൊതുവെ പറയുകയാണെങ്കിൽ ചരിത്രം വളരെ ഈസി ആയിരുന്നു. 4 ചോദ്യങ്ങളും ഈസിയാണ്, 2 ചോദ്യങ്ങൾ ആവറേജ് ടൈപ്പ് ആണ്. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. എന്നാൽ ഭൂമിശാസ്ത്രം കുറച്ചൊരു നിലവാരം, ഈ ഒരു ചോദ്യ പേപ്പറിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഏരിയ എന്നാണ് കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ പതിവ് പോലെ തന്നെ കലാകായികം, സാഹിത്യം, സംസ്കാര ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസും. ഈ 2 ഏരിയയാണ് കുറച്ചൊരു നിലവാരമെങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ സാധാരണക്കാരന് പോലും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ ഭൂമിശാസ്ത്രം 5+1 6 മാർക്കിന് വന്നതിൽ കേരളം 1 മാത്രം ഇവിടെയും. ദെൻ ഇന്ത്യ 3 ചോദ്യം, പൊതുഭൂമിശാസ്ത്രം 2 ചോദ്യം. ഇങ്ങനെയായിരുന്നു വെയിറ്റേജ്. അതിൽ ഒരു ചോദ്യം വളരെ ഈസിയാണ്, 3 ചോദ്യം ആവറേജ് ആണ്, 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. ഒരു എബോ ആവറേജിന് പെടുത്താവുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള 2 ചോദ്യങ്ങൾ ഭൂമിശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഒരു നിലവാരമുള്ള ഏരിയ എന്ന് പറയാവുന്നത് ഭൂമിശാസ്ത്രമായിരുന്നു. ദെൻ സാമ്പത്തിക ശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ 5+2 7 മാർക്കിന് ചോദ്യങ്ങൾ ഇവിടെ വന്നു. ആ 7 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 5 ചോദ്യവും വളരെ ഈസി ആയിരുന്നു. സാമ്പത്തിക ശാസ്ത്രം ഇപ്പോൾ ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെയും വളരെ എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട്. ആവറേജ് ക്വസ്റ്റ്യൻസ് 1, ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ഒരു ഇത്തിരി നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നത് ഉണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഭരണഘടന, കൊല്ലം കണ്ണൂർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സംഭവിച്ച പോലെ തന്നെ ഭരണഘടനയും ഭരണ സംവിധാനവും അടുത്തടുത്ത് വരുന്നല്ലോ. കേരള ഭരണ സംവിധാനം, അവിടെയും എന്ത് ചെയ്തു? കേരള ഭരണ സംവിധാനത്തിലെ ചോദ്യങ്ങൾ മുഴുവൻ ഭരണഘടന അപഹരിച്ചിട്ട് 12 ചോദ്യങ്ങൾ വരുന്ന സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു. അതേ സ്ഥിതിവിശേഷം ഇവിടെയും. ഭരണഘടനയിൽ നിന്ന് 12 ചോദ്യങ്ങൾ, കേരള ഭരണ സംവിധാനം വെറും 2 ചോദ്യങ്ങളായിട്ട് ഒതുങ്ങി. അതും പുറത്തുനിന്ന് പറയുന്നത് ശ്രദ്ധിക്കില്ല, അതും ഭരണഘടനയിൽ അങ്ങ് പെടുത്തുകയും ചെയ്യും. പക്ഷെ അതെന്താണ്? കേരള ഭരണ സംവിധാനത്തിലെ 2 ചോദ്യങ്ങൾ. അതായത് ഒന്ന്, ഈ വിവിധ കമ്മീഷനുകൾ പഠിക്കാനുണ്ട്. അതിലൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യം, അതേപോലെ തന്നെ വനിതാ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യം. അല്ലെ, അങ്ങനെ 2 ചോദ്യങ്ങൾ മാത്രമേ കേരള ഭരണ സംവിധാനത്തെ പെടുത്താം. ബാക്കി 12 ചോദ്യങ്ങളും എന്താണ്? ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് വന്നു. കറണ്ട് അഫയേഴ്സ് ഇല്ലായിരുന്നു അവിടെ. 12 ചോദ്യങ്ങൾ. ദെൻ 10 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. ദെൻ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് 2. ടഫ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പൊതുവെ ഭരണഘടന വളരെ എളുപ്പമുള്ള ഒരു ഏരിയ ആയിട്ട് അവിടെ മാറി. ദെൻ കേരള ഭരണ സംവിധാനം ഞാൻ പറഞ്ഞു 2 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ചോദ്യങ്ങളെ നമുക്ക് 2 ചോദ്യങ്ങൾ വന്നു എന്നുള്ള രീതി കണക്കാക്കാം, അല്ലെങ്കിൽ 2 കറണ്ട് അഫയേഴ്സ് ചോദ്യം വന്നു എന്ന് കണക്കാക്കാം. കാരണം അതിലുള്ള ഒരു പ്രസ്താവന, ആ 3 പ്രസ്താവനയിൽ ഒരു പ്രസ്താവന എന്താണ്? ഇപ്പോഴത്തെ എന്നുള്ള രീതിയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ. അപ്പൊ അതെന്തായി? കറണ്ട് അഫയേഴ്സ് ചോദ്യമായി. അപ്പൊ അങ്ങനെ കൂടെ എണ്ണുമ്പോഴാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമുക്ക് പല ഈ പറയുന്ന വെയിറ്റേജിനനുസരിച്ച് അതിന്റെ ഏകദേശം അടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണാൻ പറ്റുള്ളൂ. അല്ലാതെ പലരും എണ്ണുമ്പോൾ 10 12 ഒക്കെ വന്നുള്ളൂ എന്ന് പറയും. പക്ഷെ ഈ രീതിയിൽ നോക്കി കാണുമ്പോൾ ഒരു 17ഓളം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് വന്നു. എന്തായാലും 20 ചോദ്യങ്ങൾ ഒരു പരീക്ഷകളിലും അങ്ങനെ തികഞ്ഞു വരാറില്ല, വളരെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. കേരള ഭരണ സംവിധാനം 2 മാർക്ക്, അത് 2 ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6+2 കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 8 മാർക്കിന്റെ ഏരിയ ആയിട്ട് വരുന്നു. എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഈസിയാണ്, 3 ആവറേജ് ആണ്. ഉദ്യോഗാർത്ഥികളെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ഏരിയയിൽ ഇല്ലായിരുന്നു. ഒരു ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 3ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ദെൻ ഭൗതിക ശാസ്ത്രം വളരെ ഈസി ആയിരുന്നു, 6 മാർക്കിന് വന്നു. 4+2 എന്നുള്ള ഏരിയ 6 മാർക്കിന് വന്നതിൽ 5 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻസ് ആവറേജും. ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെയും ഇല്ലായിരുന്നു. ദെൻ കെമിസ്ട്രിയും അതേപോലെ തന്നെയാണ്, 4 ചോദ്യങ്ങൾ വന്നു. 2 കറണ്ട് അഫയേഴ്സ്, നോബൽ സമ്മാനക്കടം രീതിയിൽ 2 കറണ്ട് അഫയേഴ്സ് അടക്കം 4 ചോദ്യങ്ങൾ. ദെൻ 2 ക്വസ്റ്റ്യൻസ് ഈസി, 2 ആവറേജ്. ടഫ് ക്വസ്റ്റ്യൻസ് ഇവിടെയും ഇല്ലായിരുന്നു. ദെൻ അടുത്ത കലാ, കായികം, സാഹിത്യം, സംസ്കാരം, അവിടെ 5+2 7 മാർക്കിന് വന്നതിൽ
അവിടെ 4ഓളം ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ പുതിയതായിട്ടുള്ള അല്ലെ പുതുതലമുറയിലെ കവികളുടെ കാവ്യശകലങ്ങളുടെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തവണയും ബുദ്ധിമുട്ടായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. അതിപ്പോൾ കുറച്ച് പരീക്ഷകളായിട്ട് അങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ കുറച്ച് ടഫ്നെസ് വന്നു. ഇത് ഇവിടെയാണ് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ടഫ് എന്ന് പറയാവുന്ന രീതിയിൽ വന്നത്. പിന്നെ ഭൂമിശാസ്ത്രം അത്ര ടഫ് അല്ല, പക്ഷെ എന്താണ് ഒരു അത്യാവശ്യം എബോ ആവറേജ് കാറ്റഗറിയിലുള്ള 2-3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ കമ്പ്യൂട്ടർ 5+1 6 മാർക്കിന് വന്നിട്ടുണ്ട്. ഇതുവരെ നടന്ന പരീക്ഷകളിലൊക്കെ ഇതേപോലെയൊക്കെ തന്നെ കമ്പ്യൂട്ടറിന് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ 3 മാർക്കാണ് വെയിറ്റേജ് എങ്കിലും ഒരു 5-6 മാർക്കോളം ഒരു വിധം എല്ലാ പരീക്ഷകളിലും വന്നിട്ടുണ്ട്. ദെൻ പക്ഷേ ഇവിടെ 4 ചോദ്യങ്ങളും ഈസി ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻസ് ആവറേജ്, ഒരു ക്വസ്റ്റ്യൻസ് ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ചോദ്യവും. ദെൻ സുപ്രധാന നിയമങ്ങൾ 6 മാർക്കിന് വന്നു. അതിൽ 3 ക്വസ്റ്റ്യൻസ് ഈസി, ഒരു ക്വസ്റ്റ്യൻസ് ആവറേജ്, ദെൻ 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ, അല്ലാതെ ഭയങ്കര ടഫ് ഒന്നുമല്ല. ഓക്കെ, ദെൻ മാത്സിന്റെ കാര്യം ഈസി ആയിട്ട് മാറി അല്ലെ. 5+4 ആവറേജ്, അബൌട്ട് ആവറേജ് കാറ്റഗറി, ഒരു ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ മാത്സും എന്തായിരുന്നു ഏകദേശം നല്ല എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി. ദെൻ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അത്യാവശ്യം ഒരു നിലവാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഈസി ക്വസ്റ്റ്യൻസും ഒരു അനുപാതം പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഈസി 5, ആവറേജ് 2, ദെൻ അബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 3ഓളം ചോദ്യങ്ങളെ നമുക്ക് ആ ഒരു രീതിയിൽ പെടുത്താം. ഓക്കെ, ദെൻ മലയാളം വളരെ ഈസിയാണ്. ഇപ്പോൾ കുറച്ച് പരീക്ഷകളിലായിട്ട് സംഭവിച്ച പോലെ തന്നെ മലയാളം വളരെ എളുപ്പമായിട്ട് മാറി. എന്താണ് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 8ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ ആവറേജ് കാറ്റഗറിയിലാണ് 2 ചോദ്യങ്ങൾ, അബോ ആവറേജ് കാറ്റഗറിയിലുള്ള ചോദ്യങ്ങളെ ഇല്ല. അപ്പോൾ നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ടോട്ടൽ 100 മാർക്കിന്റെ ഈ ചോദ്യ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഈസി ചോദ്യങ്ങൾ, എളുപ്പമുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. 59 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ദെൻ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന 27ഓളം ചോദ്യങ്ങളും ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് 86 മാർക്ക് അല്ലെ ഒക്കെ നേടാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പക്ഷെ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിലും 56 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതേസമയം ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ ആളുകൾക്ക് വീട്ടിലിരുന്ന് നോക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ പറയും അത്ര കിട്ടി, ഇത്ര കിട്ടി, വളരെ എളുപ്പം എന്ന് പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സാം ആളിലെ സമ്മർദ്ദം, പിന്നെ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ള ആവേശം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ പോലും തെറ്റിച്ചിട്ടുണ്ടാവും. ചാടിക്കേരി അല്ലെ കുത്തിയിട്ട് ഏതെങ്കിലും ഒന്ന് വിട്ടിട്ടുണ്ടാവും. അത് ഓർമ്മയില്ലാതെ അടുത്തതൊക്കെ കറപ്പിച്ചിട്ടുണ്ടാവും. ആ രീതിയിലൊക്കെ പല തെറ്റുകളും പലരും വരുത്തിയിട്ടുണ്ടാവും. കാരണം ഒരു ആവേശം കയറാനുണ്ട്, ഒരു ബാധ കയറാനുണ്ട് ഇങ്ങനെ എളുപ്പമുള്ള കാണുമ്പോൾ, അതും സംഭവിക്കാറുണ്ട്. ദെൻ എബോ ആവറേജ് എന്ന് പറയാവുന്ന ഒരു 14ഓളം ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കട്ട് ഓഫ് സാധ്യത നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ 1-ാം ഘട്ടം തിരുവനന്തപുരമായിരുന്നു ഇതുവരെ ഉള്ളതിൽ എളുപ്പം എന്ന് പറയാവുന്നത്. അതിനേക്കാൾ എളുപ്പമായി മാറി എന്ത് ഈ ഒരു ഘട്ടത്തെ പരീക്ഷ. പക്ഷെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു മുൻവിധികളില്ലാതെ ഇത്തവണത്തെ LDC എങ്ങനെ എന്നറിയാതെ 1-ാം ഘട്ടത്തിനെ സമീപിച്ച ആളുകളാണ്. അതുകൊണ്ട് അവിടെ ഉയരുന്ന കട്ട് ഓഫിനേക്കാളും ഉയർച്ച ഇവിടെയാണ് ഉണ്ടാവുക. കാരണം ഇവരുടെ ഈ ഘട്ടങ്ങൾ 4 ഘട്ടങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു, വിലയിരുത്തി. നമ്മൾ തന്നെ ഒരു ട്രെൻഡ് അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ 33 ടോപ്പിക്കുകൾ തന്നതിൽ 30 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പലരും അവിടെ ആ ഒരു ഗൗരവമായിട്ട് കാണാത്ത രീതിയിൽ പെയ്ഡ് കമന്റ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ കണ്ണു തള്ളുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ വിശദീകരണം ഞാൻ ഇതിൽ തരാം. അതായത് ഓരോ ഏരിയയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം. ട്രെൻഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് അരിച്ചു കുറുക്കി നോക്കിയിട്ട് തന്നെയാണ് ആ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതിൽ ഇത്തവണത്തെ പരീക്ഷയിൽ ആ ട്രെൻഡ് ആവർത്തിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ബന്ധം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോട്ടയം ഒരു 66 to 72 കോട്ടയം. ദെൻ കോഴിക്കോട് ഒരു 69 to 75. കോഴിക്കോട് അത്യാവശ്യം നല്ല മത്സരം ഉള്ളതുമാണ്. ഇവിടെ ഈ ഒരു ഘട്ടമായതുകൊണ്ടും എളുപ്പമായതുകൊണ്ടും നല്ലൊരു കട്ട് ഓഫ് മാർക്കിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനേക്കാളും കട്ട് ഓഫ് കുറയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കട്ട് ഓഫ് കൂടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ താഴെയുള്ള മാർക്കുള്ള ആളുകളുടെ ഉള്ളിൽ വിഷമം വരും, ദേഷ്യം വരും. അപ്പൊ ഇത് പറയുന്ന ആളുകളോട് ഒരു മനോഭാവം വരും. അത് സ്വാഭാവികമായിട്ടും നിങ്ങളത് പ്രതിഫലിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് താഴട്ടെയെന്നും നിങ്ങൾക്കൊക്കെ ലിസ്റ്റ് ഉൾപ്പെടുത്തി തന്നെയാണ് എൻ്റെയും ആഗ്രഹം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ ഒരു സാധ്യത പ്രവചനം മാത്രമാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു ട്രെൻഡി ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഘട്ടങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചോദ്യ ഏരിയകൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ അല്ലെ ഇത്ര ചോദ്യങ്ങൾ വന്നത്, 5 ചോദ്യങ്ങൾ, 6 ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ പരിശോധിച്ച് ട്രെൻഡി ടോപ്പിക്സുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്സുകൾ ഏറ്റവും നന്നായി റിവിഷൻ ചെയ്ത് പോകണമെന്നും നിങ്ങളുടെ റിവിഷനിൽ ഒന്നുകൂടെ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടില്ലേ എന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏരിയകളിൽ എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക് കേന്ദ്ര സർക്കാർ പദ്ധതികളായിരുന്നു. ഇത്തവണ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ചോദ്യം വന്നില്ല. പക്ഷേ കേരള സർക്കാർ പദ്ധതികൾ 2 ചോദ്യം വന്നിട്ടുണ്ട്. അത് അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ പിന്നീട് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തവണ വന്നിട്ടില്ല. കാരണം സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ സംഘടനകൾ ചോദിച്ചു 2 എണ്ണം. അത് സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നു.
ദെൻ പരിസ്ഥിതി പ്രശ്നം ഒരു ചോദ്യം വന്നു. ദെൻ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകങ്ങളിൽ എന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉപരാഷ്ട്രപതി, രാജ്യസഭ ഇത് തന്നെയാണ്. അത് ഇത്തവണയും അതേപോലെ ആവർത്തിച്ചു. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ 2 ചോദ്യങ്ങൾ അവിടെ വന്നു. ഓക്കെ, ഒന്ന് നീതിന്യായ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യവും, ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ ഉപരാഷ്ട്രപതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യവും. ഓക്കെ, ദെൻ വിവരാവകാശ നിയമം ഒരു ക്വസ്റ്റ്യൻ വന്നു. പോക്സോ ക്വസ്റ്റ്യൻ 1 വന്നു. ദെൻ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടറിന്റെ മൊഡ്യൂളുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് 3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ പ്രധാന കൃതികളും എഴുത്തുകാരും ചോദ്യങ്ങൾ വന്നില്ല. ഓക്കെ, ദെൻ മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഗാർഹികാതിക്രമ സംരക്ഷണ നിയമം ഇത്തവണ വന്നില്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അവിടെ ചോദ്യം ഇത്തവണ വന്നില്ല. നീതി ആയോഗ് വന്നില്ല. അവിടെ പ്ലാനിംഗ് കമ്മീഷൻ വന്നു. നീതി ആയോഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്തായാലും 3 പഠിച്ചു കഴിഞ്ഞാൽ അത് 3 ചോദ്യം ഉറപ്പാണ്, അല്ലെങ്കിൽ 2 ഉറപ്പായിട്ടും കിട്ടും. അതേപോലെയാണ് ഇവിടെ എന്ത് വന്നു, ആസൂത്രണ കമ്മീഷൻ വന്നു, നീതി ആയോഗ് വന്നില്ല. ദെൻ ISRO പദ്ധതികൾ നമ്മളെ പറഞ്ഞ സാധനം തന്നെയാണ് അല്ലെ, ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ തന്നെ 2 ചോദ്യം, രണ്ടും എന്ത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചന്ദ്രയാനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ആദിത്യയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ വനിതാ കമ്മീഷൻ ഒരു ചോദ്യം വന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം പറഞ്ഞതാണ് നമ്മളൊരു ചോദ്യം. ദെൻ അന്താരാഷ്ട്ര സംഘടനകൾ പറഞ്ഞു, UNO, NATO ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇത്തവണ അത് വന്നില്ല. പക്ഷെ WTO ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് 2 വന്നിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര ഏരിയയിലാണ്. അന്താരാഷ്ട്ര സംഘടനകൾ എന്നുള്ള രീതിയിൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതല്ല. അതെന്താണ് അവിടെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിട്ട് 2 വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്വാതന്ത്ര്യ സമര ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, ആ കാലഗണന, ആ ക്രമം അത് കൃത്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങളും സംഘടനകൾ എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് INC ആണ്. ഒരു ചോദ്യം വന്നു. ദെൻ കേരള സർക്കാർ പദ്ധതികൾ 2 ചോദ്യങ്ങൾ വന്നു. ദെൻ ഹരിത വിപ്ലവം ഇത്തവണയും വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം വന്നു. ദെൻ പഞ്ചവത്സര പദ്ധതികൾ ഇവിടെ ചോദ്യം വന്നില്ല. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ വന്നു. അവകാശങ്ങളും കർത്തവ്യങ്ങളും നന്നായിട്ട് നോക്കി പോകണമെന്നും മൗലികാവകാശവും മൗലിക കർത്തവ്യവും മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള രീതിയിലുള്ള അവകാശങ്ങളെ കുറിച്ചും ഒക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ 3 ചോദ്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഭരണഘടന നിർമ്മാണ സഭ പറഞ്ഞു വന്നില്ല. ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ സിലബസിൽ ഇല്ല. പക്ഷെ അവിടെ ചോദ്യം വരും എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു റാങ്ക് മേക്കിംഗ് വീഡിയോ എന്നുള്ള രീതി, ആദ്യം റാങ്കുകളിലേക്ക് പോകണം എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞാണ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ചും ഭരണഘടനയെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കണം. സിലബസ് പറഞ്ഞിട്ടില്ലെങ്കിലും കടമെടുത്ത ആശയങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം എന്നൊക്കെ. ഓക്കെ, അവിടെ ഒരു ചോദ്യം ഇത്തവണയും വന്നു. ദെൻ അന്തരീക്ഷ പാളികൾ വന്നില്ല. ദെൻ സ്ഥിതികോർജവും ഗതികോർജവും വന്നില്ല. ദെൻ പ്രകാശം പറഞ്ഞു. ഫിസിക്സിലാകെ ഈ 2 ടോപ്പിക് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അല്ലെ ഇഷ്ടംപോലെ ടോപ്പിക്കുകളുണ്ട്, മൊഡ്യൂളുകൾ 8 മൊഡ്യൂളുകൾ, അതിൽ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്കുകൾ കിടക്കുന്നുണ്ട്. ആ സബ് ടോപ്പിക്കുകൾ 2 സബ് ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞത്. അതിൽ നിന്ന് ഒന്നിന്ന് ചോദ്യം പ്രകാശം വന്നു. ദെൻ വരികളും എഴുത്തുകാരും ഇത്തവണയും ഒരു ചോദ്യം വന്നു. ജീവിതശൈലി രോഗങ്ങൾ ഒരു ചോദ്യം വന്നു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രമേഹമാണ്. പക്ഷെ ഇവിടെ ഹൃദയാഘാതം, ആ SCRT 10ാം ക്ലാസ്സിൽ ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ചോദ്യം വന്നു. ദുരന്ത നിവാരണം വന്നിട്ടില്ല. വിറ്റാമിനും ധാതുക്കളും ഒരു ചോദ്യം വന്നു. ഇതുവരെയൊക്കെ വന്നത് ധാതുക്കളാണ്. ഇത്തവണ വിറ്റാമിൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ തന്നെ വന്നു. ദെൻ ഹാർഡ്വെയർ ഒരു ചോദ്യം, ഇന്റർനെറ്റ് ഒരു ചോദ്യം, സൈബർ ക്രൈം ഒരു ചോദ്യം. ഇങ്ങനെ 33 ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ എടുത്തു തന്നിട്ടുള്ളത്. 300ഓളം ടോപ്പിക്കുകൾ സബ് ടോപ്പിക്കുകളൂടെ ചേർക്കുമ്പോൾ അതിലുപരി ടോപ്പിക്കുകളുള്ള ഒരു സിലബസ് ആണ്. അതിൽ നിന്ന് 33 ടോപ്പിക്കുകളാണ് ഈ 4 ഘട്ടത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ട്രെൻഡി ടോപ്പിക്കുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നത്. അതിൽ 30 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് കറണ്ട് അഫയേഴ്സ് ഒഴികെ നമുക്ക് 50 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത് അല്ലേ. അപ്പോൾ 33 ടോപ്പിക്കുകൾ പറഞ്ഞു തന്നതിൽ എത്രയാണ് 30 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഘട്ടക്കാരും ഈ ട്രെൻഡി ടോപ്പിക്സ് നന്നായിട്ട് നോക്കി വെക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. ഇത് റിവിഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഇവിടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടരുന്നുള്ള ഉറപ്പോടുകൂടി വീണ്ടും അതിനെ സമീപിക്കുക. അപ്പം ഇത് ഗുണകരമായി തീർന്ന എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഘട്ടങ്ങളിൽ ഇത് സ്വാധീനിക്കട്ടെ. അതേപോലെ വരാൻ പോകുന്ന ഘട്ടങ്ങളിലുള്ള ആളുകൾക്കും ഈ ഒരു ട്രെൻഡി ടോപ്പിക്സുകളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇവിടെ മാർക്ക് കുറഞ്ഞവരെ വിഷമിക്കേണ്ട. ഇനിയിപ്പോൾ 10th പ്രിലിംസ് ഡിസംബറിൽ വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഒരു വിധത്തിലും ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇടാതെ പോവുക. ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു പഠനം അത് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കലുകളുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഡിസംബറിലുള്ള പ്രിലിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ബൈ.